ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു, സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. അപ്പം ഇന്നത്തെ വീഡിയോ ചെയ്യാൻ പോകുന്ന ജാസ്മിൻ ജാഫറിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ആയിട്ട് ജാസ്മിൻ ജാഫർ വന്നിട്ടുണ്ട്. അതിൽ ആൾ കുറേ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ആൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന കാര്യം എന്തിനു ബേസ് ചെയ്താന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ നാളുകൾക്ക് മുമ്പ് ഇവരാണെങ്കിൽ ഒരു ഗ്ലൂട്ടാത്തിയോൻ്റെ ടാബ്ലറ്റിൻ്റെ ഒരു പ്രൊമോഷൻ വീഡിയോ ചെയ്തായിരുന്നു. പിന്നെ ഞാനിന്ന് യൂട്യൂബിൽ നോക്കിയപ്പോൾ അവർ മാത്രമല്ല ഒരുപാട് പേര് ആ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആണെങ്കിൽ എന്താ പറയുന്നത്, നമ്മൾ ഒരാളെ മാത്രം ഫോക്കസ് ചെയ്ത് അവർ തെറ്റ് ചെയ്തു അല്ലെങ്കിൽ അവർ ആ സാധനം പ്രൊമോട്ട് ചെയ്തു എന്ന് പറയുന്നതിൽ കാര്യമില്ല. ഒരുപാട് യൂട്യൂബേഴ്സ് ആ സാധനം പ്രൊമോട്ട് ചെയ്യുകയും അത് മറ്റുള്ളവരെ കൊണ്ട് വാങ്ങാൻ നിർബന്ധിപ്പിക്കുന്ന രീതിയിലാണ് പല പ്രൊമോഷനും. അവർ പറയും നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ വാങ്ങിയാൽ മതിയെന്ന്. പക്ഷെ പ്രൊമോഷൻ ചെയ്യുന്ന പല രീതികളും കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ. ഇവൻ പലപ്പോഴും ഈ പരസ്യങ്ങൾ വരെയും മാറി മാറി നിൽക്കും. ഇത് അത്ര വലിയ അട്രാക്റ്റീവ് ആയിട്ടുള്ള രീതിയിലാണ് ഇവർ പ്രൊമോട്ട് ചെയ്യുന്നത്. അപ്പോൾ ജാസ്മിൻ ജാഫർ ആണെങ്കിൽ അത് കലക്കി കുടിക്കുന്നത് വരെയും അത് പ്രൊമോട്ട് ചെയ്തിട്ട് അത് കാണിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. എത്ര അട്രാക്റ്റീവായിട്ടാണ് കഴിഞ്ഞ വർഷത്തെ ഫോട്ടോ ഇങ്ങനെയായിരുന്നു, ഈ വർഷത്തെ ഫോട്ടോ ഇങ്ങനെയായിരുന്നു എന്നെല്ലാം പറഞ്ഞ് ഇവർ ചെയ്യുന്നുണ്ട്. ഇവർക്കൊക്കെ ഏതാണ്ട് 1.65 മില്യൺ വ്യൂസ് ജാസ്മിൻ ജാഫറിനുണ്ട്. അതുപോലെ വേറൊരു വീഡിയോ ഞാൻ കണ്ടു, അതിൽ ഏതാണ്ട് ഒരു 7,50,000 പേരോളം ഈ ഗ്ലൂട്ടാത്തിയോണ്ട് വീഡിയോ കണ്ടവരുണ്ട്. അങ്ങനെ കുറച്ചധികം പേര് യൂട്യൂബേഴ്സ് ഈ സാധനം പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ പ്രൊമോട്ട് ചെയ്തതിലെല്ലാം ഒരു കാര്യമില്ല. കാരണം നമ്മുടെ ഫോളോവേഴ്സ് കാരണമാണ് നമ്മൾ വളരുന്നത്, അതുകൊണ്ടാണ് നമുക്ക് ക്യാഷ് കിട്ടുന്നത്. നമ്മുടെ ഫോളോവേഴ്സിന് ആ ഒരു സാധനത്തിൻ്റെ ബെനിഫിറ്റ് മാത്രം നമ്മൾ അറിയിച്ചാൽ പോരാ, അതിൻ്റെ എപ്പോഴും ഒരു ഡീമെറിറ്റ്സ് കൂടി അറിയിക്കണം. അപ്പോൾ ജാസ്മിൻ ജാഫർ പറയുന്നൊരു കാര്യമുണ്ട്, അതായത് ഞാൻ ഇത്ര വർഷമായിട്ട് ഞാനത് ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ ഇത്ര നാളായിട്ട് ഞാൻ ഉപയോഗിക്കുന്നു, എനിക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഒരു ക്വസ്റ്റ്യൻ പോലും ഒരു എന്താ പറയുന്നത്, ഒരു അലേർട്ട് പോലും ഇതിൻ്റെ സൈഡ് എഫക്റ്റിനെ കുറിച്ച് ഒരു സ്ഥലത്തും ഇവർ പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഒരു വസ്തുത. അതായത് ഇത് അവർ പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ എന്ത് ചെയ്യും, ആളുകൾ പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങും. ആളുകൾ യൂട്യൂബിൽ സെർച്ച് ചെയ്യും, ഗൂഗിളിൽ സെർച്ച് ചെയ്യും, അതിൻ്റെ സൈഡ് എഫക്റ്റ് എന്താണ്, അത് എങ്ങനെ ബാധിക്കും, നമ്മുടെ ശരീരത്തെ എങ്ങനെ ബാധിക്കും, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവർ സെർച്ച് ചെയ്യും. അപ്പോൾ എന്താ ഓട്ടോമാറ്റിക്കലി അവരുടെ പ്രൊമോഷൻ കൊണ്ട് അവർക്ക് യാതൊരു ഉപയോഗം ഇല്ലാത്ത ഒരു രീതിയാവും. അതുകൊണ്ടാണ് ഇവർ ഇതിൻ്റെ സൈഡ് എഫക്റ്റ് പറയാത്തത്. ശരിക്കും ജാസ്മിൻ ജാഫർ പറയുന്നുണ്ട് ഞാൻ കഴിഞ്ഞ ഇത്ര വർഷമായിട്ട് ഉപയോഗിക്കുകയാണെന്നും. ശരിക്കും എന്താണ് ഇവരെല്ലാം ജാസ്മിൻ ജാഫർ സഹിതം ഒരുപാട് പേര് ഞാൻ കണ്ടിട്ടുണ്ട്. പല പുതിയ യൂട്യൂബേഴ്സ് ഒക്കെ ആണെങ്കിലും ഒരുപാട് പ്രോഡക്റ്റുകൾ ഞങ്ങൾ ഇത്ര വർഷമായിട്ട് ഉപയോഗിക്കുകയാണ്, ഞങ്ങൾ ഇങ്ങനെ ഉപയോഗിക്കുകയാണെന്ന് പറഞ്ഞാൽ ഒരുപാട് പ്രോഡക്റ്റുകൾ ഇവർ ജനങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നുണ്ട്. പലരും ഒരുപാട് അവരെ ഫോളോ ചെയ്യുന്ന ആൾക്കാരെ ഭയങ്കര ബ്ലൈൻഡായിട്ട് പിന്തുടരും. ഇവർക്ക് ഇത്ര കളർ വെച്ചെങ്കിൽ നമുക്കത് വെക്കും എന്ന് കരുതി ഇവർ ആ പ്രോഡക്റ്റ് എല്ലാം വാങ്ങി യൂസ് ചെയ്യും. പലർക്കും വളരെ മോശമായിട്ടുള്ള സൈഡ് എഫക്റ്റ് ഉണ്ടാകാറുണ്ട്. ശരിക്കും ഗ്ലൂട്ടാത്തിയോൺ എന്താണ്? ഗ്ലൂട്ടാത്തിയോൺ ശരിക്കും അതൊരു വൈറ്റമിൻ പോലെ ഒരു സാധനമാണ്. നമ്മൾക്ക് നമ്മുടെ ശരീരത്ത് അത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ അതിൽ പല ആൾക്കാരും ആ ഗ്ലൂട്ടാത്തിയോൻ്റെ സൈഡ് എഫക്റ്റ് മനസ്സിലാക്കാതെ IV ഇഞ്ചക്ഷൻ എടുക്കുന്നുണ്ട്. ചില രാജ്യങ്ങൾ ഇവൻ IV ഇഞ്ചക്ഷൻ ബാൻ വരെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ചിലർ IV ഇഞ്ചക്ഷൻ എടുക്കും, ചിലർ ഓറൽ ടാബ്ലറ്റ് എടുക്കും, ചിലർ അത് മുഖത്ത് പെരട്ടും, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഈ സാധനങ്ങൾക്കെല്ലാം മൈൽഡ് ടു മോഡറേറ്റ് ആൻഡ് സിവിയർ സൈഡ് എഫക്റ്റ് ഉണ്ടെന്നുള്ള കാര്യം ഒരു വ്ളോഗേഴ്സും ഒരു വ്ളോഗിലും പറയത്തില്ല. ഈ പ്രൊമോട്ട് ചെയ്യുന്ന ആൾക്കാർ ആരും ഇത് പറയത്തില്ല. കാരണം ഇത് പറയാൻ അവരുടെ പ്രൊമോഷൻ വീഡിയോയിൽ അവരുടെ കമ്പനിയെ സമ്മതിക്കില്ല. കാരണം എന്താ, പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ ഈ സാധനം പ്രോഡക്റ്റ് വാങ്ങത്തില്ല. ഗ്ലൂട്ടാത്തിയോൺ എന്ന് പറഞ്ഞാൽ അത് പ്രൈമർലി ലിവർ അസുഖങ്ങൾക്ക്, അതായത് നമ്മുടെ കരളിൻ്റെ അസുഖങ്ങൾക്കായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു മെഡിസിനാണ്. പക്ഷേ ഇത്തരത്തിലുള്ള ഈ മെഡിസിൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞപ്പം ഈ മെഡിസിൻ ഉപയോഗിക്കുന്നവർക്ക് ശരീരത്തിന് വെളുപ്പ് കൂടുന്നതായിട്ട് അത് കണ്ടുപിടിക്കപ്പെടുകയും ഗ്രാജുവലി അതൊരു കോസ്മെറ്റിക് പ്രോഡക്റ്റ് ആയിട്ട് ഉപയോഗിക്കുകയും ചെയ്തു. പക്ഷേ ഈ ഗ്ലൂട്ടാത്തിയോണിന് ഒരുപാട് സൈഡ് എഫക്റ്റ് ഉണ്ട്. സൈഡ് എഫക്റ്റ് എല്ലാം ഞാൻ ഈ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. അത് മൈൽഡ് തൊട്ട് നമുക്ക് അബ്ഡോമിനൽ ക്രാംസ്, ബ്ലോട്ടിങ്, പിന്നെ അബ്ഡോമിനൽ പെയിന്, അതുപോലെയുള്ള കാര്യങ്ങൾ, ഇച്ചിങ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് അതിൻ്റെ ഏറ്റവും സിവിയർ ആയിട്ടുള്ളൊരു കാര്യമാണ് കിഡ്നി ഡാമേജ്. അതായത് കിഡ്നി സ്ട്രെസ് ഉണ്ടാവുന്നുണ്ട്. നമ്മുടെ വൃക്കകൾക്ക് സ്ട്രെസ് ഉണ്ടാവുകയും കിഡ്നി ഫെയിലിയർ വരെ ആകാനുള്ള ഒരു സാധ്യതയാണ്. പ്രത്യേകിച്ച് ഈ ഓറൽ ടാബ്ലറ്റ് എല്ലാം ലായനി പോലെ വെള്ളത്തിൽ കലക്കി ലായനി പോലെ നമ്മുടെ ശരീരത്തിലേക്ക് നമ്മൾ കുടിക്കുമ്പോൾ അത് വെറുതെ നമ്മുടെ വയറ്റിലേക്കല്ല പോകുന്നത്, മറിച്ച് അത് നമ്മുടെ ബ്ലഡിലേക്ക് പെട്ടെന്ന് ആഗീകരണം ചെയ്യപ്പെടും. അതാണ് ഇപ്പം നമ്മൾ പറയാറില്ലേ, ചില ക്രീമുകളൊക്കെ തേക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് വെളുക്കും, പക്ഷേ അത് കിഡ്നിക്ക് വളരെ വലിയ ഡാമേജ് ഉണ്ടാക്കാറുണ്ട്. ഈ കാര്യങ്ങളൊന്നും ഒരു വ്ളോഗേഴ്സും പറയത്തില്ല. നമ്മൾ എത്ര അധികം ഞാനത് യൂസ് ചെയ്തു എന്ന് പറഞ്ഞാലും ഏതൊരു ക്രീമും ഉപയോഗിച്ച് ഈ കിഡ്നിക്കൊക്കെ അത് ബാധിക്കാന്ന് പറഞ്ഞാൽ അതൊരു നീണ്ട കാല ഉപയോഗത്തിന് ശേഷം മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അത് പതുക്കെ മാത്രമേ നമ്മുടെ ഇത്തരത്തിലുള്ള വലിയ അവയവങ്ങളെ ബാധിക്കുകയുള്ളൂ. ചെറുതായിട്ട് നമുക്ക് പെട്ടെന്ന് കാണാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു അലർജിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരും. പക്ഷേ ഇതിൻ്റെ സിവിയർ ആയിട്ടുള്ള ഫോംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കിഡ്നി ഡാമേജ്
ഡാമേജ് ഉണ്ടാവും, കിഡ്നി സ്ട്രെസ് ഉണ്ടാവും. പിന്നെ നിങ്ങൾക്കറിയാം കിഡ്നിക്കൊക്കെ ഡാമേജ് ഉണ്ടായി കഴിഞ്ഞാൽ ഇതൊന്നും നമ്മുടെ കയ്യിൽ നിൽക്കുന്ന കാര്യമല്ല. പിന്നെ അത് ഡയാലിസിസ് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നമ്മൾ പോകും. അപ്പോൾ കോസ്മെറ്റിക് തിങ്സ് ഒക്കെ ഉപയോഗിക്കുമ്പം ഈ വ്ളോഗേഴ്സ് പറയുന്നത് കേട്ട് അത് സത്യമാണെന്ന് കരുതി എങ്കിൽ ശരി ഇനി അത് ഉപയോഗിക്കാം എന്നുള്ള രീതിയിൽ ഒരിക്കലും നിങ്ങൾ ഉപയോഗിക്കാതിരിക്കുക. അതിന് മറിച്ച് നിങ്ങൾ പ്രോപ്പറായിട്ടുള്ള കൺസൾട്ടേഷൻ നിങ്ങൾ ചെയ്യുക. പിന്നെ എപ്പോഴും ചിന്തിക്കുക, നമ്മുടെ സ്കിന്നിൻ്റെ കളറിലോ അല്ലെങ്കിൽ സ്കിന്നിൻ്റെ ടോൺ എങ്ങനെയുണ്ടെന്നോ ഒന്നുമല്ല കാര്യം. ഏറ്റവും നല്ലത് നമുക്കൊരു ക്ലിയർ സ്കിൻ കിട്ടുക എന്നുള്ളതാണ്. പിന്നെ ബാക്കി കളറിലൊന്നുമല്ല കാര്യം, അത് കഴിവിലാണ് കാര്യം. അപ്പോൾ ഇങ്ങനെയുള്ള പ്രൊമോഷൻസിലൊക്കെ നിങ്ങൾ ചതിക്കുഴിയിൽ വീഴാതിരിക്കുക. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.